സ്വാതന്ത്ര്യമെന്നത് ഇന്ത്യ ഗേറ്റിൽ പേരെഴുതി വെക്കപ്പെട്ടവരുടെയോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ചരിത്രത്തിന്റെ പോരാളികളുടെയോ അത് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ഭഗത് സിംഗിന്റെയും ആനി ബസന്റിന്റെയും മാത്രമൊന്നുമല്ല. പേരറിയപ്പെടാതെ പോയ, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയ, ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട അനേക ലക്ഷങ്ങളുടെ സംഭാവന അവർ നഷ്ടപ്പെടുത്തി അവരുടെ ജീവിതത്തിന്റെയും സമ്പത്തിന്റെയും ജീവിതത്തിന്റെയും ജീവന്റെയും വിലയായിട്ടാണ് ഇന്ത്യ രാജ്യം ഒരു ഭരണഘടനയിൽ അധിഷ്ഠിതമായ എല്ലാവരെയും ഒരുപോലെ സമഭാവനയോടെ കൊണ്ടുപോകുന്ന ഒരു രാജ്യമായി മാറി. വൈദേശിക ആധിപത്യത്തിന്റെ യൂണിയൻ ജാക്ക് പതാക താഴെ കെട്ടി ഇന്ത്യയുടെ ത്രിവർണ പതാക കുത്തബ് മീനാറിന് മുകളിലേക്ക് പാറിപ്പറിക്കപ്പെടുമ്പോൾ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിലവിൽ വരികയായിരുന്നു. ആ ഭരണഘടനയുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടിസ്ഥാനം എന്നത് അതിന്റെ ഭരണഘടനയാണ്. മതങ്ങളല്ല, ജാതിയല്ല, വേദങ്ങളല്ല, ഉപനിഷത്തുകളല്ല, ഒന്നുമല്ല. ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം അതിന്റെ ഭരണഘടനയാണ്. ആ ഭരണഘടന 4 അടിസ്ഥാനപരമായ തത്വത്തിലാണ് നിലനിൽക്കുക. ജസ്റ്റിസ്, നീതി, സമത്വം, ഇക്വാലിറ്റി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. ഈ 4 അടിസ്ഥാനപരമായ ഒരു നിലനിൽപ്പിന് മുകളിലാണ് ഇന്ത്യ എന്ന് പറയുന്ന പരസ്പരം കലഹിക്കുകയും നാട്ടുരാജാക്കന്മാർ കൈയടക്കി വെക്കുകയും നാട്ടുരാജ്യങ്ങൾ അതിന്റെ പേരിൽ തമ്മിലടിക്കുകയും ചെയ്ത് ഛിന്ന ഭിന്നമായി പോയി തകർന്നുപോയ ഒരു വലിയ രാജ്യത്തെ, ആ രാജ്യത്തെ മുഴുവനും ഒരു ഏകതയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് ഭരണഘടനയുടെ അടിസ്ഥാനപരമായ 4 തത്വങ്ങൾ: ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഇങ്ങനെ സമത്വം, സാഹോദര്യം, നീതി എന്ന് പറയുന്ന 4 അടിസ്ഥാനപരമായ തത്വങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും ഒരേപോലെ നൽകപ്പെടണം എന്ന ഒരു ഭരണഘടന നിലവിൽ വന്നപ്പോഴാണ് ചിതറിത്തെറിച്ചുപോയ ഇന്ത്യ എന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജനാധിപത്യ രാഷ്ട്രമായി മാറിയത്. അതുവരെ നാട്ടുരാജ്യങ്ങൾ വേലുത്തമ്പി തളവയുടെ സമരചരിത്രങ്ങളൊന്നും ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നില്ല. അതിനു മുമ്പ് നടന്ന രാജ്യങ്ങൾ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങളായിരുന്നു. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ത്തിന്റെ ഓർമ്മകളും 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ലോകത്തിന്റെ വെളിച്ചമായി വന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിന്റെ ഏറ്റവും അനുഗ്രഹീതമായ റബീഉൽ അവ്വലും ഒന്നിച്ചാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് റബീഉൽ അവ്വൽ 1. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്പിറവിയുടെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പുള്ള ഇന്ത്യയുടെ ഒരവസ്ഥ ദ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന പ്രശസ്തമായ പുസ്തകത്തിലൂടെ ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും അത് എഴുതി വെക്കുന്നുണ്ട്. നാട്ടുരാജ്യങ്ങൾ തമ്മിലടിച്ചവർ, ഖജനാവ് കൊള്ളയടിക്കാൻ പോയവർ, അവകാശവാദങ്ങളുമായി ഭൂപ്രകൃതികളുടെ വിപുലീകരണത്തിന് വേണ്ടി പരസ്പരം തലയെറുത്തുകൊന്ന ചിതറിത്തെറിച്ച ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. അവിടേക്കാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഭരണഘടന നിലവിൽ വന്നത്. യഥാർത്ഥത്തിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്ക ലോകത്തിലേക്ക്, അറേബ്യയിലേക്ക് വരുമ്പോൾ ലോകത്തോട് പറഞ്ഞതും ഈ 4 സന്ദേശങ്ങളായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഈ 4 കാര്യങ്ങളാണ്: സമത്വം, നീതി, ഇക്വാലിറ്റി, ഫ്രറ്റേർണിറ്റി. ഇത് പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നത്. നമ്മുടെ രാജ്യമായിരുന്ന ഇന്ത്യ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്ന സമയത്ത് ഏത് അവസ്ഥയായിരുന്നോ അതിനേക്കാൾ മോശമായൊരു കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ആ കാലത്തിന്റെ പേര് ഡാർക്ക് ഏജ് എന്നാണ്, ഇരുണ്ട കാലം. എന്തുകൊണ്ടാണ് ഇരുണ്ട കാലം എന്ന് പേരിട്ട് വെച്ചത്? അന്ന് സൂര്യൻ ഉദിക്കാത്തത് കൊണ്ടല്ല,
ആ കാലത്ത് ചന്ദ്രന്റെ വെളിച്ചം ഇല്ലാതിരുന്നത് കൊണ്ടല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലത്ത് നക്ഷത്രങ്ങൾ ആകാശത്ത് മിന്നി തിളങ്ങാത്തത് കൊണ്ടല്ല. ആ കാലത്ത് ഇരുണ്ട കാലം എന്ന് ചരിത്രകാരന്മാര് വിളിച്ചത് ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെളിച്ചമില്ലാതിരുന്നത് കൊണ്ട്. അവർ രാജാക്കന്മാരായിരുന്നു, കുടുംബക്കാരായിരുന്നു, തറവാടികളായിരുന്നു. അവർ ഏറ്റവും വലിയ കുടുംബക്കാർ ഖുറൈശികളെക്കാൾ വലിയ ഒരു കുടുംബക്കാര് വേറെയില്ല. ബനു ഹാഷിമിനേക്കാൾ വലിയ തറവാടികൾ വേറെയില്ല. അവരെല്ലാ രീതിയിലും അഗ്രഗണ്യന്മാരും ഉന്നത കുലജാതരുമാണെന്നിരിക്കെ അവിടെ ഇല്ലാതെ പോയത് ഹൃദയത്തിന്റെ വെളിച്ചമാണ്, ഹൃദയത്തിന്റെ തെളിച്ചമാണ്. ഇന്ത്യ ഏതൊരു അവസ്ഥയിൽ നിന്നാണോ ഇന്ത്യ ഏകോപിപ്പിക്കപ്പെട്ടത്, ആ ഭരണഘടനയെ നാളെ നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഏതാണോ അതിന്റെ അടിസ്ഥാനം അത് നിലവിലേക്ക് കൊണ്ടുവരാനാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. ഹബീബായ നബി തങ്ങൾ കടന്നു വരുമ്പോൾ പരസ്പരം കലഹിച്ചവർ നമുക്ക് ചരിത്രം നന്നായിട്ടറിയാം. പക്ഷേ ഈ റബീഉൽ അവ്വലിൽ നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് പറയണമെന്നറിയാതെ പതറുകയാണ് ഞാൻ. ഈ മിമ്പറിന്റെ ചുവട്ടിൽ ഈ റബീഉൽ അവ്വലിന്റെ പവിത്രതയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂലോകത്തേക്ക് പിറവിയെടുത്ത സുന്ദരമായ തിരുപ്പിറവിയുടെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന റബീഇൽ ഒരിക്കൽ കൂടി നവജാഹിലിയത്തിന്റെ കുന്നിൻ പുറത്ത് നിന്ന് മദീന താഴ്വരയിലേക്ക് ലോകം ജീവിതത്തിന്റെ മാതൃകയ്ക്ക് വേണ്ടി ഉറ്റുനോക്കുമ്പോൾ ആരെയാണ് നാം ഉറ്റുനോക്കേണ്ടത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊണ്ടുവന്നത് സാഹോദര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ വരുമ്പോഴുള്ള മക്കയുടെയും മദീനയുടെയും അവസ്ഥ എന്താണ്? ഔസ് ഖസ്റജ് രണ്ട് പ്രബലമായ ഗോത്രങ്ങളാണ്. സ്വാതന്ത്ര്യദിനം നാളെ ആഘോഷിക്കുമ്പോഴും നാട്ടുരാജ്യങ്ങളാൽ ഖണ്ഡിക്കപ്പെട്ട നമ്മുടെ രാജ്യത്തെ ചിന്തിക്കുമ്പോഴും അതിനേക്കാൾ വലിയ ഒരു ത്യാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയ്ക്കും മദീനയ്ക്കും തേടിക്കൊടുത്ത സ്വാതന്ത്ര്യം. അവർ തമ്മിൽ സാഹോദര്യം ഉണ്ടായിരുന്നില്ല, അവരുടെ ഇടയിൽ സമത്വം ഉണ്ടായിരുന്നില്ല, മക്കക്കാരുടെ ഇടയിൽ നീതി ഉണ്ടായിരുന്നില്ല, അവരുടെ ഇടയിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. ആ വെളിച്ചമില്ലാത്ത ലോകത്തേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോ മക്കയിലെ ഏറ്റവും പ്രബലമായ രണ്ട് ഗോത്രങ്ങളാണ് ഔസും ഖസ്റജും. വർഷങ്ങളായി അവർ തമ്മിൽ പോരായിരുന്നു, വർഷങ്ങളായി അവർ തമ്മിൽ തല്ലായിരുന്നു, വർഷങ്ങളായി അവർ ജീവിതത്തിൽ രണ്ട് ഭാഗത്ത് നിന്ന് അവർ ഔസും ഖസ്റജും രണ്ടും വ്യത്യസ്ത ഗോത്രമല്ല. ഇവർ തമ്മിൽ കൂടപ്പുറപ്പുകളുണ്ട്, വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടവരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഈ കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളിൽ ഏർപ്പെട്ടവരുണ്ട്. പക്ഷേ ചരിത്രം പറയുന്നത് അവസാനം വരെ ഇവർ മരിച്ചു പോകുന്ന പിതാക്കന്മാര് പോലും മക്കളോട് നിങ്ങൾ ഖസ്റജിനോട് യുദ്ധം ചെയ്തേ അടങ്ങാവൂ എന്ന് പാരമ്പര്യമായി പകകളെ കൈമാറ്റി കൊടുത്തുപോയ തീക്കനല് പോലെ, ചാരത്തിൽ കിടക്കുന്ന തീക്കലിനെ ഊതി പെരുപ്പിക്കുന്നത് പോലെ യുദ്ധം ചെയ്യാൻ ഞങ്ങളുടെ തലമുറകളോട് പറഞ്ഞിട്ട് പോയൊരു സമൂഹം ഔസും ഖസ്റജും. ഏറ്റവും അവസാനം എല്ലാ ദിവസവും അവരുടെ ഇടയിൽ യുദ്ധം നടക്കും, എല്ലാ മാസങ്ങളിലും നടക്കും. എന്നാൽ പോലും അവർ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിൽ നടത്താറില്ലെന്നാണ്. ചില സമയങ്ങളിൽ ഉണ്ടാവില്ല. അവര് തമ്മിൽ എപ്പോഴും യുദ്ധം നടക്കും. ചിലപ്പോൾ ഔസ് ജയിക്കും, ഖസ്റജ് തോക്കും. മക്കയിലെ പ്രബലമായ രണ്ട് ഗോത്രം. ചിലപ്പോൾ ഖസ്റജ് ജയിക്കും, ഔസ് തോക്കും. തോറ്റവർ പകരം വീട്ടാൻ കാത്തു നടക്കും. ഏറ്റവും അവസാനം അവരുടെ ഇടയിൽ നടന്ന യുദ്ധമാണ് ബുഗാസ് യുദ്ധം. ഏറ്റവും അവസാനം അവരുടെ ഇടയിൽ നടന്ന യുദ്ധത്തിന്റെ പേരാണ് ബുഗാസ്. ആ യുദ്ധത്തിൽ ഖസ്റജ് ജയിച്ചു, ഔസ് തോറ്റു. വല്ലാതെ പരാജയത്തിൽ നിന്ന് ഇനി പരാജയപ്പെട്ടു പോയാൽ പരാജയത്തെ അംഗീകരിക്കാനുള്ള വൈമനസ്യത്താൽ ഖസ്റജ് ഗോത്രക്കാർ പക വീട്ടാനുള്ള തക്കം ഇങ്ങനെ പാർത്തു നടക്കുകയാണ്. അവർ ഒരേ അങ്ങാടിയിൽ കളിക്കുന്നവരാണ്, ഒരേ ചന്തയിൽ കാണുന്നവരാണ്, ഒരേ നാട്ടിലുള്ളവരാണ്. അപ്പോൾ തോറ്റുപോയ ഖസ്റജുകാർ പകരം വീട്ടാൻ ഇങ്ങനെ തക്കം നോക്കിയവരിയ്ക്കുന്ന സമയത്താണ് ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അവിടെ വെച്ച് പക വീട്ടണം, പ്രതികാരം വീട്ടണം. അതൊരു മനുഷ്യന്റെ ഒരു എന്താ പറയാ, അതൊരു മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. അങ്ങനെ
ഖദറജുകാർ പക വീട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നേരത്താണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് ഹബീബായ നബി തങ്ങൾ പ്രവാചകത്വ നിയോഗമായി കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. നൂറ്റാണ്ടുകളായി പകയിലും കാലുഷ്യത്തിലും കലാപത്തിലും ആയി നടന്ന ആ ജനതയുടെ ഇടയിൽ സമാധാനത്തിന്റെ ദേവദൂതുമായി ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിച്ചെന്നു. അവസാനം അവരെ എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂൽ ഇസ്ലാം എന്ന ഒരേ ഒരു മാനദണ്ഡത്തിൽ, മുസ്ലിം എന്ന ഒരേ ഒരു മാനദണ്ഡത്തിൽ അവരെല്ലാവരും ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമീങ്ങളായി. അല്ലാഹുവിന്റെ റസൂൽ അവരുടെ ഇടയിൽ സാഹോദര്യത്തെ ചേർത്തു വെച്ചു. അവരെല്ലാവരും ഒരു ഇമാമിന്റെ കീഴിൽ ഒരു പള്ളിയിൽ ഒരു സഫിൽ ഒന്നിച്ചു നിന്ന് നിസ്കരിക്കുന്നവരായി. അവരുടെ ഇടയിലുള്ള പകയും വിദ്വേഷവും ഹബീബായ നബി തങ്ങൾ മായിച്ചു കളഞ്ഞു. അവരുടെ മുമ്പിൽ നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മളെല്ലാവരും ഒരേപോലെ ജീവിക്കേണ്ടവരാണ്, സാഹോദര്യത്തോടെ ജീവിക്കേണ്ടവരാണ് എന്ന് ഹബീബായ നബി തങ്ങൾ അവരോട് പരസ്പര വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അവർ ഒരേപോലെ ജീവിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത്, ആ സമയത്താണ് ഒരു ദിവസം മങ്ങാടിയിൽ വെച്ച് ഒരു ഔസുകാരനും ഹസ്രജുകാരനും വളരെ യാദൃശ്ചികമായി അവർ തമ്മിൽ ചെറിയൊരു വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു. ആ വാക്കേറ്റം കൈവിട്ടുപോയി. ചെറിയൊരു പ്രശ്നമാണ്. അവർ രണ്ടുപേരെ സഹോദരങ്ങളെ പോലെ മുസ്ലിമീങ്ങളായി ജീവിക്കുമ്പോൾ അങ്ങാടിയിൽ വെച്ചൊരു ചെറിയ സംസാരമുണ്ടായി. ആ സംസാരം കൈവിട്ടുപോയി. രണ്ടുപേരും തമ്മിൽ ഹസറജുകാരൻ ഔസറുകാരനെ മുഖത്തടിച്ചു. രണ്ടുപേരും മുസ്ലിമീങ്ങളാണ്. ഹസറജുകാരൻ നിലവിളിച്ചുകൊണ്ട് തന്റെ ഗോത്രത്തിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഔസുകാർ നമ്മളെ പരാജയപ്പെടുത്തിയിട്ട് പ്രവാചകന്റെ വാക്ക് കേട്ട് സമാധാനത്തോടെ ജീവിച്ച നമ്മെ ഔസുകാര് വീണ്ടും ആക്രമിക്കുകയാണെന്ന് ഇയാൾ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ അതേവരെ അവിടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന പകപൊളിയിലേക്ക് വന്നു. ഹസ്രജ് ഗോത്രക്കാർ ഔസ് ഗോത്രക്കാർ സംഘടിച്ചു. മക്കയിലെ പ്രബലമായ ഒരു മരുഭൂമിയിൽ ഒരു ഭാഗത്ത് ഔസുകാർ സംഘടിക്കുന്നു എന്ന് ഹസ്രജുകാർ മറുഭാഗത്ത് പ്രതിരോധത്തിനു വേണ്ടി അവര് തിരിച്ചു വന്നു. അവസാനം വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഒരൽപ്പം സ്വലാത്തൊക്കെ ആവാം. നമ്മുടെ മനസ്സിൽ ആത്മീയത തീരെയില്ലാതെ മരവിച്ചു പോകുമ്പോഴാണ് പൈശാചിക ദുർബോധനങ്ങൾക്ക് ഇടകൊടുക്കാൻ കഴിയുന്ന വിധം നമ്മുടെ മനസ്സൊരു മരുഭൂമിയായി മാറുന്നു. എപ്പോഴും നമ്മുടെ ഉള്ളിലെ ഒരു ശൂന്യതയിലേക്ക് പിശാചിനെ നാം വഴിയിട്ട് കൊടുക്കരുത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മൻ സല്ല അലയ്യ വാഹിദ, ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, മൻ സല്ല അലയ്യ വാഹിദ, ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, അല്ലാഹു അവന്റെ മേൽ തിരിച്ചു 10 സ്വലാത്തുകൾ ചെയ്യും. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണത്. ഒരാള് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവന്റെ മേൽ 10 സ്വലാത്തുകൾ അല്ലാഹു തിരിച്ചു ചൊല്ലുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത് റബീഇന്റെ മാസമാണ്. പക്ഷേ ഈ റബീഇല് നമുക്ക് പാടാൻ എളുപ്പമാണ്, പ്രണയം പറയാൻ എളുപ്പമാണ്. കാരണം അത് നാക്കുകൊണ്ട് മാത്രം ചെയ്യേണ്ടതാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം നാം അറിയേണ്ട ഒരു വസ്തുതയുണ്ട്, നമ്മുടെ ഹൃദയത്തിലേക്ക് കയറേണ്ട ഒരു വസ്തുതയുണ്ട്. ഹബീബായ നബി തങ്ങൾ ചെയ്ത ആദ്യത്തെ ജോലി നമസ്കാരം പഠിപ്പിക്കലല്ല. ഹബീബ് ആദ്യം ചെയ്ത ജോലി ഹജ്ജ് പഠിപ്പിക്കലല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ കലാപത്തിലും മാത്രം ജീവിച്ച മദ്യത്തിലും ഒരു ജനതയെ ആദ്യം പഠിപ്പിച്ച സുന്നത്ത് സാഹോദര്യമാണ്. ഹബീബിന്റെ ആദ്യത്തെ സുന്നത്ത് സാഹോദര്യമാണ്. പരസ്പരം തിരിച്ചറിയാൻ, പരസ്പരം അടുത്തിരിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം സ്നേഹം പറയാൻ അല്ലാഹുവിന്റെ റസൂൽ ആദ്യം നടത്തിയ സുന്നത്തതായിരുന്നു. ഔസും ഖദറജും രണ്ടായി സംഘടിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് കേട്ട്
ഊരി വെച്ചിരുന്ന വാളുകൾ തേച്ചു മിനുക്കി അടുത്തവന്റെ കഴുത്തിലേക്ക് വെട്ടിയിറക്കാനുള്ള ആഗ്രഹത്തോടെ അവരുടെ കൈകളിൽ പഴയകാല പ്രതാപത്തിന് ആഢ്യത്വമുള്ള കത്തികൾ പിടിമുറുക്കി അസ്ത്രങ്ങളും അമ്പുകളും അവരുടെ പുറത്തേക്ക് വലിച്ചു കെട്ടി രണ്ടുപേരും മുഖാമുഖം യുദ്ധത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അവരെ സാഹോദര്യത്തിൽ പഠിപ്പിച്ചതാണ്. രണ്ടാമതൊരിക്കൽ കൂടി പരസ്പരം വെട്ടിമുറിക്കാൻ, തല കൊയ്യാൻ, കുടലുകൾ പിടിച്ചെടുക്കാൻ, കാലുകൾ വെട്ടിമാറ്റാൻ അവരൊരുമിച്ച് കൂടുന്ന നേരത്ത്, അവര് രണ്ടുപേര് യുദ്ധത്തിലേക്ക് പോകുന്ന നേരത്ത് ഹബീബായ നബി തങ്ങളോട് വന്നിട്ട് ആരോ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഔസും ഖസറജും വീണ്ടും വഴക്കുണ്ടാകുന്ന നബിയെ, അവർ യുദ്ധത്തിന് വേണ്ടി കോപ്പുകൂട്ടുന്നുണ്ട്, അവർ രണ്ടുപേര് യുദ്ധത്തിന് സമാനരായി ഇരിക്കുകയാണെന്ന് ഹബീബായ നബി തങ്ങളോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ, സമാധാനത്തിന്റെ സ്നേഹദൂതർ, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അപജയം ഇവർ ഭിന്നിക്കുന്നതാണെന്ന് ലോകത്തോട് കൂടെ പറഞ്ഞു കൊടുത്ത ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ ഭിന്നിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഇടയിലേക്ക് നാശത്തിന്റെ കതിരുകൾ മുളയ്ക്കുന്നതെന്ന് ലോകത്തോട് പറഞ്ഞ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ഓടി, ഹബീബായ നബി തങ്ങൾ പള്ളിയിൽ നിന്ന് ഓടി തന്റെ പ്രിയപ്പെട്ട വെള്ള കമീസും പൊതുക്കി പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ വേവലാതിയോടെ, വിഹ്വലതയോടെ, വിഭ്രാന്തിയോടെ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ രണ്ട് ഭാഗത്ത് നിന്ന് വാളുകൾ ഉയർത്തി, വടിവാൾ ഉയർത്തി, കത്തികളൂരി കലാപത്തിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോ ഹബീബ് ഓടി ചെല്ലുന്ന നേരത്ത് കഴുകനേക്കാൾ കത്തുന്ന കണ്ണുകളുമായി, നരിയേക്കാൾ കുതിക്കുന്ന കാലുകളുമായി, സിംഹത്തെക്കാൾ ശൗര്യത്തോടെ ഔസും ഖദറജും ഗോത്ര നേതാക്കൾ, രണ്ട് ഭാഗത്തും ഗോത്രത്തിന്റെ നേതാക്കളുണ്ട്, അവരുടെ ഇടയിലേക്ക് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നവരുടെ ഇടയിലേക്ക് പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നു. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഔസിന്റെയും ഖസറജിന്റെയും നേരെ ഹബീബായ നബി തങ്ങൾ തന്റെ രണ്ട് കരങ്ങളും ഉയർത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തോട് ഓതിക്കൊടുത്തു സൂറത്തു ആലെ ഇമ്രാന്റെ ആയത്തുകളാണ്. യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ സമാധാനത്തിന്റെ ദേവദൂതനെ പോലെ വിശുദ്ധമായ ഖുർആനിനെ ഓതിക്കൊടുത്തു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. ഊരിപ്പിടിച്ച വാളുകളുമായി തലകൊയ്യാൻ നിന്ന 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ അവർ അബൂജഹലിനെ കണ്ടവരാണ്, ഉത്തുബത്തിനെ കണ്ടവരാണ്, അവര് ശൈബത്തിനെ കണ്ടവരാണ്. ഇരുണ്ട യുഗമെന്ന് ലോകം അടയാളപ്പെടുത്തിയ അസുര ജന്മങ്ങളെ പോലെ ജീവിച്ചവരാണവർ. അവരോടാണ് ഹബീബ് ഓതിയത്, വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണേ. നിങ്ങളുടെ ഇടയിൽ പിണക്കങ്ങൾ ഉണ്ടാവാം, നിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷേ നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റുന്ന പടച്ചവന്റെ ഒരു ബന്ധമുണ്ടല്ലോ. നിങ്ങളുടെ അല്ലാഹു ഒന്നല്ലേ, നിങ്ങളുടെ ഹബീബ് ഒന്നല്ലേ, നിങ്ങളുടെ രണ്ടുപേരും കിബില ഒന്നല്ലേ, നിങ്ങൾ ഓതുന്ന ഖുർആൻ ഒന്നല്ലേ, നിങ്ങൾ തിരിയുന്നത് പടിഞ്ഞാറോട്ടല്ലേ. യോജിക്കാൻ 1000 കാരണങ്ങളുള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ വിയോജിക്കുന്നത്? വലാ തഫറഖൂ, നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകരുത്. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ ഈ ആയത്താണ് ഓതിയത്. ഞാൻ ഈ ഓതുന്ന ആയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഭവവുമായി ബന്ധമുണ്ടെന്ന് തോന്നിയാലും തോന്നിയില്ലെങ്കിൽ സഹോദരാ തോന്നണം, ഇത് ഞങ്ങളുമായി ബന്ധമുണ്ട്. കാരണം ഇത് അവസാന നാൾ വരെ അല്ലാഹു മാർഗദർശകമായി കൊടുത്ത ഖുർആനാണിത്. ഇനി ഞാനിത് ഓതുമ്പോ ആർക്കെങ്കിലും ഇത് ഞങ്ങളുമായി ബന്ധമുണ്ടെന്ന് തോന്നിയാൽ എനിക്ക് പ്രശ്നമില്ല,
തോന്നണം, ഖിയാമത്ത് നാൾ വരെയുള്ള ജനതക്ക് അല്ലാഹു കൊടുത്തതാണ് ഈ ഗ്രന്ഥം. ഇത് ആരോടാണ്? അവിടെ ഔസും ഖസ്റജുമാണെങ്കിൽ ഇവിടെ നമ്മൾ രണ്ടുപേരുമാണ്. ആരോടാണ് പറയുന്നത്? എന്നോടാണ്. ഒന്നൊരുമിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരാത്തതെന്താ? അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ചിന്തിക്കാത്തതെന്താ? പടച്ചവന്റെ അനുഗ്രഹത്തെ ചിന്തിക്കാത്തതെന്താ? എന്റെ കൈക്ക് അല്ലാഹു ആരോഗ്യം തന്നതുകൊണ്ടാണ് നിന്നെ നേരെ ചൂണ്ടാൻ എനിക്ക് പറ്റിയത്. എന്റെ കാലിന് ആരോഗ്യമുള്ളത് കൊണ്ടാണ് നിന്നെ ചവിട്ടാൻ എനിക്ക് കഴിഞ്ഞത്. എന്റെ നാവ് ചലിക്കുന്നത് കൊണ്ടാണ് നിന്നെ ചീത്ത വിളിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ഇത് അല്ലാഹു തന്ന ആരോഗ്യമാണ്. അവൻ ഏത് സമയത്തും അത് തിരിച്ചെടുക്കുന്നവനാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ മറക്കരുതേ. ഇത് കുന്തും നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നുവല്ലോ. സൂറത്തു ആല ഇമ്രാന്റെ ഒരായത്താണ് നിങ്ങളോട് പറയുന്നത്. ഇത് ഖുർആൻ നമ്മളോട് പറയുകയാണ്. ഇത് കുന്നും നിങ്ങൾ ശത്രുക്കളായിരുന്നില്ലേ? നിങ്ങളുടെ ഹൃദയത്തെ പടച്ചവൻ ഇണക്കി തന്നില്ലയോ? അങ്ങനെ നിങ്ങൾ സഹോദരങ്ങളെ പോലെ ജീവിച്ചതല്ലേ? പിശാച് നിങ്ങളുടെ ഇടയിലോട്ട് കടന്നു വന്നപ്പോ, നിങ്ങളെ ദുനിയാവ് പിടികൂടിയപ്പോ, നരകത്തിന്റെ കത്തിക്കാളുന്ന തീയിലേക്ക് പോകാൻ നിങ്ങൾ കാത്തു നിന്നപ്പോ, നിങ്ങളുടെ ഇടുപ്പിൽ പിടിച്ചിട്ട് പുറകോട്ട് വലിച്ച് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുവന്നത് ഞാനല്ലയോ? അള്ളാഹു ചോദിക്കാൻ, തമ്മിലടിച്ചും അഹങ്കരിച്ചും ചീത്ത വിളിച്ചും കൊത്തിയും വെട്ടിയും നിങ്ങൾ നരകത്തിലേക്ക് പോകാനിരുന്നതാണ്. നിങ്ങളെ അതിൽ നിന്ന് പിടിച്ചു സ്വർഗത്തിന്റെ വഴി കാണിച്ചു തന്നതാരാണ്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. ആ ജനതയോട് ഹബീബായ നബി തങ്ങൾ ഈ ആയത്തോതി കൊടുത്തപ്പോ, സഹോദര, 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെന്ന് നമ്മൾ വിളിച്ച ജനത, അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവരുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകി. ആ ജനതയുടെ ചുണ്ടു വിറച്ചു. അവരുടെ കൈകൾ തളർന്നു. കഴുത്തിന് നേരെ വെട്ടാനുയർത്തിയ കത്തിയും മടിവാളും അവര് താഴെയിട്ടിട്ട് മുസ്തഫ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ചവരെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, ഇനി ഞങ്ങൾ തമ്മിൽ അക്രമങ്ങളില്ല, ഇനി ഞങ്ങളുടെ ഇടയിൽ ശത്രുതയില്ല. ഹബീബേ, അങ്ങല്ലയോ ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു തന്നത്? ഈ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ആ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോൾ നമ്മൾ അവരെ വിളിച്ചത് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ, ഹൃദയത്തിൽ വെളിച്ചമില്ലാത്തവർ. നമ്മളോ? നമുക്ക് ഭയങ്കര വെളിച്ചമാണ്, നമുക്ക് ഭയങ്കര തെളിച്ചമാണ്. നമ്മുടെ താടിയുണ്ട്, നമുക്ക് തൊപ്പിയുണ്ട്, നമുക്ക് നിസ്കാരത്തരമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പള്ളി വലിയ പള്ളിയാകുന്നത് പള്ളി വലുതാകുമ്പോഴല്ല, ഇവിടെ നിൽക്കുന്ന ആളുകൾ വലുതാകുമ്പോഴല്ല, ഈ ഇരിക്കുന്നവരുടെ ഹൃദയത്തിന് വലിപ്പമുണ്ടാകുമ്പോഴാണ്. നമ്മൾ വലിയ പള്ളിയാണ്. ആ വലിയ പള്ളി എപ്പോഴാകുക? എന്നെ നിങ്ങൾ കുറിച്ച് നോക്കണ്ട. എന്നെ സംബന്ധിച്ചോളം ഇത് പറയാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം സുസാധ്യമല്ല. പറയുക എന്നത് ഇവിടെ നിൽക്കുമ്പോൾ എന്റെ കടമയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്നിനും സ്ഥിരതയില്ലാത്തതുപോലെ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇനി നമ്മൾ പാടാൻ തുടങ്ങും. പ്രവാചകന്റെ പ്രണയം നമുക്ക് പറയാം, പ്രവാചകന്റെ സൗന്ദര്യം നമുക്ക് വർണ്ണിക്കാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അനുരാഗശീലുകൾ പാടാം. കാരണം നാക്കിന് മിടുക്കുമതി. പക്ഷേ ഹബീബായ നബി തങ്ങളോട് ഈ റബീഉൽ അവ്വലിൽ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വഭാവം, ഹബീബായ നബി തങ്ങളുടെ ഒരു സുന്നത്ത്, അത് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെന്ത് റബീഉൽ അവ്വലാണ്? ഇന്നു മുതൽ നമ്മൾ റബീഉൽ അവ്വൽ പാടി പറയുമ്പോൾ പാടാനും പറയാനും എളുപ്പമാണത് നാക്കിന്റെ മിടുക്കുമതി. എന്റെ ഹബീബായ നബി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ശതമ റസൂലുള്ളാഹ്, എന്റെ ഹബീബ് 63 വർഷം ഈ ലോകത്ത് ജീവിച്ചു, ഒരാളെ പോലും ചീത്ത വിളിച്ചിട്ടില്ല. എന്റെ ഹബീബ് ഒരാളെ കോപിച്ചിട്ടില്ല. എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ തുറിച്ചു നോക്കിയിട്ട് പോലും ഇല്ല. ആ വിശാലത നമുക്കില്ലെങ്കിൽ നമുക്കെന്താ റബീഉൽ അവ്വൽ? റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വലിയ പള്ളിയാകുന്നത് പള്ളിയുടെ വലിപ്പത്തിലല്ല, ഇവിടെ ഇരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിന് വിശാലത ഉണ്ടാകണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പഠിപ്പിച്ച സുന്നത്ത് നിസ്കാരമാണോ? ആദ്യം പഠിപ്പിച്ചത് ഹജ്ജ് ചെയ്യാനാണോ? ആദ്യം പഠിപ്പിച്ചത് സക്കാത്തിനെയാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത് അവരുടെ ഇടയിൽ സാഹോദര്യത്തെ ആക്കി കൊടുക്കലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരാരായിരുന്നു? പരസ്പരം വെട്ടാൻ കാത്തു നിന്നവർ. ഞാൻ അങ്ങനെയൊന്നും ആവില്ല, ഞാൻ പഴയ ആളാണെന്ന് പറഞ്ഞാൽ ആരാണ് സഹോദരങ്ങളെ മാറിയത്? ആരാണ് മാറിയത്? ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു തആല അൻഹു. ആരാ ഖത്താബിന്റെ മകൻ ഉമർ? ആ ഉമറിനോളം പറ്റിയ ഒരാൾ പോലും ഈ സഫിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറയാൻ കഴിയില്ല ഞാൻ ഉമറിനെ പോലെയായിരുന്നു എന്ന്. സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ഉക്കാല ചന്തയിൽ പെൺകുട്ടികളുടെ കൈ പിടിച്ച് തിമിർത്താടിയ, ഉക്കാല ചന്തയിൽ ഗുസ്തി മത്സരത്തിന് വേണ്ടി പേർഷ്യയിൽ നിന്ന് ആളുകൾ വരും. എല്ലാവരെയും മലർത്തി അടിച്ചിട്ട് ആരുണ്ടടാ ഞങ്ങളോട് എതിരിടാനെന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ടടാ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് പേർഷ്യക്കാരായ മല്ലന്മാരെ മലർത്തി അടിച്ചിട്ട് നെഞ്ചിലോട്ട് കാലെടുത്ത് വെച്ചിട്ട് ഖത്താബിന്റെ മകൻ ഉമറിനെ തൊക്കാൻ മുലപ്പാൽ കുടിച്ച് ആൺകുട്ടി ഉണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ഉമർ. ഉമറെ, നീ ഒരു ഭാഗത്തു കൂടി വന്നാൽ മറുഭാഗത്ത് പിശാച് വന്നാൽ നിന്നെ പേടിച്ച് പിശാചോടുമെന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ ആരായി? ആ ഉമറിനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അത്രയും പോന്നാരെങ്കിലും ഇവിടെ ഉണ്ട്? പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ പകരം വെക്കാൻ പറ്റുന്ന ഒരാൾ ഇവിടെയുണ്ടോ? ഇല്ല. ആ ഉമർ ആരായി? ചുരുക്കി പറയാ സമയത്തിന്റെ പരിമിതിയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ മഹാനായ ഉയൈന റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായപ്പോൾ ഉയൈന റളിയല്ലാഹു അൻഹു ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് ഉമറിനെ ഒന്ന് കാണണം, നിങ്ങളൊന്ന് പോയി അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു അപ്പോയിന്റ്മെന്റ് ഒന്നും കൊടുത്തില്ല, സൗകര്യമുള്ള വന്നിട്ട് കണ്ടിട്ട് പോകാൻ പറഞ്ഞു. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ല, ഞാൻ ഫ്രീ ഉള്ള സമയത്ത് വന്ന് കണ്ടോളാൻ. അവിടുത്തെ ഏറ്റവും വലിയ ഉന്നത കുലജാതനായ തനിക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കാത്തതിൽ ഉയൈന റളിയല്ലാഹു അൻഹുവിന് പരിഭവമുണ്ടായി. എന്തായാലും ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉയൈന റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു വന്ന് നേരെ ഇരുന്നിട്ട് ചോദിച്ചു, എന്തേ കാര്യം? അപ്പോൾ ഉയൈന റളിയല്ലാഹു അൻഹു നാട്ടിലെ വലിയ ആളാണ്, ചെറിയ ആളല്ല, വലിയ ആളാണ്, അത്ര ചെറിയ ആളൊന്നുമല്ല. രണ്ടുപേരും ഒരേപോലെ നിൽക്കുന്ന ആളുകൾ. അപ്പോൾ ഉമൈന റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമൈന റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഉമർ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ ആരായാലും എനിക്കെന്താ? രണ്ടുപേരും ഒരേപോലെയാണ്, നിങ്ങൾ ആരായാലും എനിക്കെന്താ? എന്തിനാണ് നിങ്ങൾ ഖലീഫയെ കാണാൻ വന്നത്? ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നത്. ഉയൈന റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഒരു കസേരയിലേക്ക് ഇരുന്നിട്ട് ഞാൻ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ആരാ? ആരാണ് നിങ്ങൾ? അപ്പോൾ ഉയൈന റളിയല്ലാഹു അൻഹു ഒരൽപ്പം ഗർവോടുകൂടി പറഞ്ഞു, അനൽ കരീം വബ്നുൽ കരീം വബ്നുൽ കരീം. ഞാൻ മാന്യനാണ്, എന്റെ വാപ്പ മാന്യനാണ്, എന്റെ വാപ്പയുടെ വാപ്പ മാന്യനാണ്, ഈ നാട്ടിൽ അറിയപ്പെട്ട ആളാണ് ഞാൻ. അനൽ കരീം വബ്നുൽ കരീം വബ്നുൽ കരീം. ഞാനും മാന്യനാണ്, എന്റെ വാപ്പയും മാന്യനാണ്, എന്റെ വാപ്പാടെ വാപ്പായും മാന്യനാണ്. ഇത് ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചില്ല, മോശമൊന്നുമല്ല. തിരിച്ചു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മാന്യനൊന്നുമല്ല, അന്തൽ ഖബീസ് വബ്നുൽ ഖബീസ് വബ്നുൽ ഖബീസ്. നീ മോശമാണ്, നിന്റെ വാപ്പായും മോശമാണ്, നിന്റെ വാപ്പാടെ വാപ്പായും മോശമാണ്. ആരാ പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, മനുഷ്യനാണ്, ഇതൊക്കെ സംഭവിക്കൽ സ്വാഭാവികമാണ്, മലക്കല്ലല്ലോ, സംഭവിക്കാം. പക്ഷെ ഇതിനൊരു അവസാനം ഉണ്ടാവണ്ടേ? മനുഷ്യനാണ്, പകയുണ്ടാവാം, അകലമുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം, അത് മനുഷ്യ സഹജമാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തില്ല. ആരാ ഉമർ? സ്വർഗം കണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു, അന്തൽ ഖബീസ് വബ്നുൽ ഖബീസ് വബ്നുൽ ഖബീസ്. നീയും മാന്യനാണ്, നീയും വൃത്തികെട്ടതാണ്, നിന്റെ വാപ്പായി മോശമാണ്, നിന്റെ വാപ്പാടെ വാപ്പായി മോശമാണ്.
ഉയൈനാണെന്ന് ചാടിച്ചോച്ച് എന്ത് വർത്താനാ നിങ്ങൾ പറഞ്ഞത്? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? അനൽ കരീം വബിൽ കബീരിയും വബിൽ കരീം എന്ന് പറഞ്ഞാൽ അത് മഹാനായ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞ വാക്കല്ലേ നബി തങ്ങള്? ഇബ്രാഹിം നബി മാന്യനാണ്, യൂസുഫ് നബി മാന്യനാണ്, യൂസുഫിന്റെ വാപ്പ യഹൂബ് നബി മാന്യനാണ്, യഹൂബ് നബിയുടെ വാപ്പ ഇസ്ഹാഖ് മാന്യനാണ്. അത് കടമെടുത്തിട്ട് നിന്നെ കുറിച്ച് പറയാൻ നീ ആരാ? ഉയൈന റളിയല്ലാഹു അൻഹുവിനെ സഹിച്ചില്ല. ഉയൈന റളിയല്ലാഹു തആല ഉമറിനെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഉമറേ അന്തലാ തഅദിലു ഫിൽ ഖളായ, നിന്റെ ഭരണത്തിൽ നീതി ഒട്ടും തൊട്ടു തീണ്ടിയിട്ടില്ല ഉമറേ. അന്തലാ തഅദിലു ഫിൽ ഖളായ, നിന്റെ വീട്ടിൽ നിന്റെ ഭരണത്തിൽ നീതി തൊട്ടു തീണ്ടിയിട്ടില്ല. നീ ആള് മോശമാണ്, നിനക്ക് വെളിയിൽ കാണുന്ന പത്രാസേ ഉള്ളൂ, വിട്ടുകൊടുത്തില്ല. രണ്ടുപേരും ഒരേപോലെ നിൽക്കുന്നവരാണ്. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് രക്തം തിളച്ചു. മഹാനവറുകൾ പിന്നെ നാക്കുകൊണ്ട് മറുപടി പറഞ്ഞില്ല. നേരെ റൂമിന്റെ ഉള്ളിലേക്ക് പോയി ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇറങ്ങി വന്നിട്ട് ഉയൈന റളിയല്ലാഹു അൻഹു കഴുത്തുങ്ങ് പിടിച്ചു. ആയോധനാ വിദഗ്ധനും അതികായനുമായ ഉക്കാല ചന്തയിലെ വെർശയിലെ മല്ലന്മാരെ മരത്തിയടിച്ച ഉമർ റളിയല്ലാഹു തആല 10 പേര് പിടിച്ചാൽ പോലും നിൽക്കാത്ത ആ മനുഷ്യൻ ഇങ്ങനെ കേറി അങ്ങ് പിടിച്ചു. ആ പിടിച്ച നേരത്ത് ഉയൈന റളിയല്ലാഹു തആല ഞെട്ടിത്തെരിച്ചു പോയി. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്ത ആൾ അപ്പുറം നിൽക്കാൻ ഓടി വന്നിട്ട് ഉമർ റളിയല്ലാഹു തആലയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ചോദിച്ചു, ഉമറെ എന്തായി കാണുന്നത്? ഉയൈനക്കെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ ഉയൈനയുടെ ഗോത്രക്കാർ ഇവിടെ വെച്ചേക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? രണ്ട് ഭാഗത്തും ആളുകളുണ്ട്. എങ്ങാനും ഉയൈനയുടെ ശരീരത്തിൽ ഒരു പോറലേറ്റാൽ എന്താ നാളെ ഇവിടെ നടക്കാൻ പോകുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു തട്ടുകൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ എന്ത് സംഭവിച്ചാലും ഉമറിനോട് പ്രശ്നമല്ല, എന്റെ ഭരണത്തിൽ നീതിയില്ല എന്ന് പറയുന്നവന്റെ മറുപടി വാളാണെന്ന് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോപത്തെയും ക്രോധത്തെയും തണുപ്പിക്കാൻ തന്റെ ഒരു വാക്കിനും കഴിയില്ലെന്ന് മനസ്സിലായപ്പോ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഉമറേ അമാ സമയത്തും അല്ലാഹുവിന്റെ വാക്ക് നീ കേട്ടിട്ടില്ല ഉമറേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുദിൽ അഫ്വ വഅ്മുറു ബിൽ ഉർഫി വഅരിൽ അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, കോപം വരുമ്പോൾ മാപ്പ് കൊടുക്കണേ. വഅ്മുറു ബിൽ മഅറൂഫ്, നന്മയെ പറയണേ. വഅരിൽ അനിൽ ജാഹിലീൻ, അറിവില്ലാത്തവരുടെ കൂടെ നിൽക്കരുതെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അതേവരെ ഊരിപ്പിടിച്ച വാളുകൊണ്ട് ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിന് നേരെ വാളൂങ്ങിയ ഉമർ റളിയല്ലാഹു അൻഹു ആയത്ത് കേട്ട ഉടനെ പൊട്ടിക്കരഞ്ഞിട്ട് ഉമറിന്റെ ബെഗിൽ നിന്ന് വാള് താഴേക്ക് വീണു. ഉയൈന റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉയൈന, ഉമർ ആ സമയത്ത് പറഞ്ഞു പോയതാണ്, പടച്ചോന്റെ മുമ്പിൽ എനിക്കെതിരെ പരാതി പറയരുതേ ഉയൈന. വാളെടുത്ത കഴുത്തിലേക്ക് വെട്ടാൻ വന്നവൻ. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഒരു പേര് പറയുന്നുണ്ട്, വഖാഫുൻ ഇൻദ കിതാബില്ല, പടച്ചോന്റെ കിതാബ് പറഞ്ഞെടുത്ത് നിൽക്കണ ആൾ. അവിടെ നിന്നു. നമ്മളെ കൊണ്ട് കഴിയൂ സഹോദരങ്ങളെ? ഉമർ റളിയല്ലാഹു അൻഹു ഉയൈന റളിയല്ലാഹു അൻഹു തമ്മിൽ ഈ വാഗ്വാദവും സംസാരവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ജീവിതത്തിൽ വലിയ ഒരു നട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ഖുർആനിന്റെ വരികളിൽ അവർ തിരിച്ചു വന്നു. ഇന്ന് നമുക്കിതിന് കഴിയുന്നുണ്ടോ? നമ്മുടെ ഖുർആനിന്റെ വരികളിൽ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ ഖുർആൻ കേട്ടാൽ അവരങ്ങനെയൊക്കെ പറയും, എനിക്കതിനപ്പുറത്തേക്കില്ല എന്ന് പറയുന്നവർ. സഹോദരങ്ങളെ, പവിത്രമായ പള്ളികളിൽ പോലും അതിനെ പരിശുദ്ധമായി കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പടച്ചവനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം എത്രയാണ്? ഈ പള്ളിയിൽ വന്ന് നമ്മൾ ഇരിക്കുന്നത് ആരോട് പറയാനാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്. പ്രശ്നങ്ങളില്ലാത്ത സമൂഹമില്ല, പ്രയാസങ്ങളില്ലാത്ത സമൂഹങ്ങളില്ല. സഹാബത്തിന്റെ ഇടയിൽ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ മനോഹരമായി പറഞ്ഞ് പരിഹരിക്കപ്പെടുന്നിടത്താണ് പടച്ചോന്റെ കാരുണ്യവും പടച്ചോന്റെ ബറക്കത്തും ഉണ്ടാവുക. എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പവിത്രതയെ പവിത്രതയോടുകൂടി കാണാൻ കഴിയണം. വലിയ പള്ളി വലിയ പള്ളിയാകുന്നത് പള്ളി വലുതാകുമ്പോഴല്ല, മനുഷ്യര് വലുതാകുമ്പോഴല്ല. ഈ മഹല്ലിലത്തെ ഗവൺമെന്റ്
ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ടെന്നല്ല, ഈ മഹലിൽ എത്ര മില്യണേഴ്സ് ഉണ്ടെന്നല്ല, ഈ മഹലിലുള്ള ആളുകളുടെ ഹൃദയത്തിന് വിശാലതയുണ്ടാകുമ്പോഴാണ് അഭിമാനത്തോടെ ഞാൻ മണക്കാട് വലിയ പള്ളി മുസ്ലിം ജമാഅത്ത് അംഗമാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഹൃദയം വിശാലമായില്ലെങ്കിൽ എന്ത് ഹബീബ്, എന്ത് ഖുർആൻ, എന്ത് നിസ്കാരം, എന്ത് പള്ളി? അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, വിട്ടുവീഴ്ചയാണ് വലുത്, ഉദാരതയാണ് വലുത്, മനസ്സിൽ വലിപ്പമുണ്ടാകലാണ് വലുത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഇരിക്കുമ്പോഴും നമ്മളെ കാണുന്ന ചില ആളുകളുണ്ട്, ഈ ജനാലയുടെ അപ്പുറത്തുകൂടി വിരിമാറി നോക്കിയാൽ താഴെ ഇട്ടിരിക്കുന്ന മൈലാഞ്ചി ചെടിയുടെ താഴെ മൺചരാതിൽ കിടക്കുന്നുണ്ട് ധാരാളം ആളുകൾ. വെള്ളിയാഴ്ച ഇതൊക്കെ പറയുമ്പോ ഖത്തീബ് അങ്ങനെ പലതും പറയും. ഞാൻ ഇനിയും ഇത് തുടരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഇത് പറയുക എന്ന് മാത്രമാണ്. അനലക്കും നദീറും മുബീൻ. അതിപ്പോ മെമ്പർ ഒഴിയേണ്ടി വന്നാലും മിഹ്റാബ് ഒഴിയേണ്ടി വന്നാൽ ഞാൻ പോയാൽ വേറൊരാൾ വരും, അത് ചിലപ്പോൾ എന്നേക്കാൾ യോഗ്യനാവും. അതൊരു പ്രശ്നമല്ല, പക്ഷെ ഇത് അപകടമാണ്. പടച്ചോന്റെ മുമ്പിൽ സമാധാനം പറയാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നാളെയും ഞാൻ ഇത് ആവർത്തിക്കുമെന്നാണ് തോന്നുന്നതെങ്കിൽ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ ഈ പള്ളിക്കാട്ടിലൂടെ ഒന്ന് പോകണം. അവിടുത്തെ മൈലാഞ്ചി ചെടിയുടെ മീസാൻ കല്ലിന്റെ ചുവട്ടിലിരിക്കുന്ന മൈലാഞ്ചി ചെടി നമ്മോട് പറയുന്നുണ്ട് എന്തെന്നറിയോ? എടാ, നിന്നേക്കാൾ വലിയവന്റെ, നിന്നേക്കാൾ നെഞ്ചും വിരിച്ച് നടന്നവന്റെ തലയ്ക്കുള്ളിലെ വളം വലിച്ചെടുത്തിട്ടാണടാ ഞാനിവിടെ മുളച്ചു നിൽക്കുന്നത്. നിന്നേക്കാൾ വലിയവൻ എന്റെ താട് വന്ന് മലർന്നു കിടന്നിട്ടുണ്ട്, അവന്റെ തലച്ചോറിലെ വളം ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട് എന്ന് നമ്മോട് പറയാനാണ് ഈ മൈലാഞ്ചി ചെടികൾ ഇവിടെ നിൽക്കുന്നത്. അതിൽ കിടക്കുന്ന ആളുകളുണ്ട്, ഈ പള്ളി നിർമ്മിച്ചവർ, ഈ മഹലിനെ രൂപകൽപ്പന ചെയ്തവർ, ഇതിനെ ഒരു ഇസ്ലാമിക അന്തരീക്ഷമാക്കി മാറ്റിയവർ. നാം ചെയ്യുന്നത് ആ കാരണവന്മാർക്ക് കരയാനുള്ള കാരണമാവരുത്, അവരതോർത്ത് പരിതപിക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും നല്ല മേൽവിലാസം മണക്കാട് വലിയ പള്ളി മുസ്ലിം ജമാഅത്തിന്റെ അംഗമാണ് എന്ന് ഞാൻ പറയലാണ്. എന്റെ ഏറ്റവും നല്ല അഭിമാനം ഞാൻ ഇവിടുത്തെ ചീഫ് ഇമാമാണെന്ന് പറയലാണ്. അത് പറയാൻ കഴിയണമെങ്കിൽ ഹൃദയങ്ങൾ വിശാലമാവണം. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ഈ റബീഉൽ അവ്വലിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത് സാഹോദര്യമാണ് എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കാൻ ഈ റബീഉ മാത്രം മതി. ഇനി ഇതിനേക്കാൾ വലുതൊന്നും പറയാൻ അള്ളാഹു നമ്മുടെ ഹൃദയത്തെ അടുപ്പിച്ചു തരട്ടെ. അള്ളാഹു അടുപ്പിച്ചു തരട്ടെ. ആമീൻ പറയും. എല്ലാം ശാന്തമായി മനോഹരമായി എല്ലാവരും ചേർന്നിരുന്ന് പരിഹരിച്ച് നല്ല ഒരു നാളുകൾക്ക് വേണ്ടി നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ആൽഫാ സെന്ററി എന്ന് പറയുന്ന നക്ഷത്രമുണ്ട്. 150 വർഷമാണോ അങ്ങോട്ട് യാത്ര ചെയ്യണമെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ സാധ്യമായാൽ ഭൂമിയും ആൽഫാ സെന്ററിയും തമ്മിലുള്ള അകലം 50 വർഷമായി കുറയുമെന്ന്. ഇപ്പോൾ ടോക്കിയോയിൽ നിന്ന് അമേരിക്കയിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണം. 2030 സൂപ്പർ സോണിക് വിമാനം കണ്ടുപിടിച്ചാൽ ആ അകലം 2 മണിക്കൂറായി കുറയുമെന്നാണ്. അകന്നു കിടക്കുന്ന ഗ്രഹങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ മനുഷ്യൻ കണ്ടുപിടിക്കും. അകന്നു കിടക്കുന്ന നഗരങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ മനുഷ്യൻ കണ്ടുപിടിക്കും. ദിവസവും അകന്നു പോകുന്ന ഈ മനുഷ്യന്റെ ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു വിദ്യ, അതാണ് റബീഉ, അതാണ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന ദുആയോടെ വളരെ നമ്മുടെ ഈ മഹലിന്റെ ദൈവങ്ങൾ കെട്ടിയതരട്ടെ. ഉള്ളത് നമ്മളറിഞ്ഞ അപ്പോ നമ്മുടെ ഈ മഹലിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ പോലും ഇൻഷാ അല്ലാഹ് വഖഫ് ബോർഡിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഇനിയും മുമ്പോട്ട് പോകുമ്പോഴും മഹലിന്റെ ദൈനംദിന കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകണം. ഈ കാര്യങ്ങൾ നമ്മുടെ മഹലിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് ഒരു